പ്രതിസന്ധി മറികടക്കാൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ. ഊർജ്ജ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചു. നാളെ മുതൽ മുൻഗണനാടിസ്ഥാനത്തിൽ വാണിജ്യ സിലിണ്ടറുകൾ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും വിതരണം ചെയ്യും. സംസ്ഥാനങ്ങളിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടൽ ഭീഷണി ഉയർത്തിയതോടെയാണ് പ്രതിസന്ധി മറികടക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 20% വിഹിതം കൂടി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുവദിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ഊർജ്ജ പ്രതിസന്ധിയും LPG പ്രതിസന്ധിയും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പ്രതിസന്ധി മറികടക്കാമെന്നാണ് യോഗം ചർച്ച ചെയ്യുക. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ക്യാന്റീനുകൾക്കും മുൻഗണന നൽകി വാണിജ്യ സിലിണ്ടർ വിതരണം ആരംഭിക്കാൻ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ മുതൽ ഈ വിതരണം ആരംഭിക്കും. ഇതിനിടെ 2 കപ്പലുകളാണ് ഇന്ന് മംഗളൂരു തുറമുഖത്തെത്തിയത്. 7.7 ലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിലുമായി എണ്ണ ടാങ്കർ അക്വാ ടൈറ്റൻ മംഗലാപുരത്ത് നങ്കൂരമിട്ടു. കപ്പലിൽ നിന്ന് പൈപ്പ് മാർഗം എണ്ണ തീരത്തേക്ക് ഇറക്കും. 7 കപ്പലുകൾ കൂടി ഉടൻ ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ടർ, ദില്ലി.